യുഎസ് മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ തള്ളിക്കൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക മറുപടി പാകിസ്ഥാന് കൈമാറി ഇറാൻ. 10 വ്യവസ്ഥകൾ അടങ്ങിയ മറുപടിയാണ് ഇറാൻ കൈമാറിയത്. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ യുഎസ് പൈലറ്റുമാരെ രക്ഷപ്പെടുത്തിയ നീക്കത്തെ ട്രംപ് പ്രശംസിച്ചു. നാളെ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വിനയ് ഉണ്ണിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. വിനയ്, ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇനിയും സംഘർഷം രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സംഘർഷം ഇനിയും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ട്രംപ് ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. അത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 വരെയാണ്. അതിനുള്ളിൽ തന്നെ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തും, ഇറാനിലാകമാനം ബോംബാക്രമണം നടത്തുമെന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ സംഘർഷം ഒന്ന് ലഘൂകരിക്കുന്ന ഭാഗമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശവും ട്രംപ് നേരത്തെ ഇറാന് മുന്നിൽ വെച്ചിരുന്നു. പാകിസ്ഥാൻ വഴിയാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു 10 നിർദ്ദേശങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ് ഇറാൻ. ഇതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുക എന്നീ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇറാൻ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തിയത്. അതിൽ എടുത്തു പറഞ്ഞത് ഇറാന് തങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാം, അത്രയും വലിയ ആക്രമണം നടത്താം, ചിലപ്പോൾ അത് നാളെ തന്നെ അത്തരമൊരു ആക്രമണം നാളെ രാത്രി തന്നെ നടത്താം എന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. അതായത് ഇനി ഇതിന്മേലൊരു ചർച്ചയ്ക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്ന് ട്രംപ് പറയാതെ പറയുകയാണ്. എന്തായാലും നാളെ രാത്രി, അതായത് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ 5:30 വരെയുള്ള സമയത്തിനുള്ളിൽ തങ്ങൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കില്ല എന്നിപ്പോൾ ഇറാനും പറഞ്ഞിരിക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.